Welcome to Nathan's Nest. Tips and tricks. വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരൊന്ന് കണ്ടേക്കണേ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഈ കോപ്പറിൻ്റെ ഒക്കെ പാത്രങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ യൂസ് ചെയ്താലും ഇല്ലെങ്കിലും അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ ഫെയ്ഡാകും. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനുള്ളൊരു മെത്തേഡ് പറഞ്ഞുതരാം. എനിക്ക് തോന്നിയിട്ടുള്ളൊരു എളുപ്പ വഴിയാണിത്. ഞാൻ ഒരുപാട് വഴികൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഈസി ആയിട്ടും തോന്നിയിട്ടുള്ളതാണ് ഇത്. നമ്മളൊരു ബൗളിലോട്ട് ഒരു സ്പൂണ് മൈദയും ഒരു സ്പൂണ് ഉപ്പും എടുക്കുക. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം ലൂസായിട്ട് തന്നെ നമുക്ക് അത് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മിക്സ്ചർ നമ്മളൊരു സ്ക്രബ്ബറിലോ അല്ലെങ്കിൽ ബ്രഷിലോ ഇനി അതല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടോ പാത്രത്തിലെല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഈ കോപ്പറിൻ്റെ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണെന്നാണ് പറയുന്നത്. തൈറോയ്ഡ് പ്രോബ്ലങ്ങൾക്ക്, ക്യാൻസറിന്, ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക്, അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ളൊരു സംഭവമാണിത്. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും മറ്റും. അപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ജഗ്ഗൊക്കെ ഒഴിവാക്കി നമ്മൾ ഇങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ വെള്ളം നിറച്ച് വെക്കുമ്പോൾ ബാക്ടീരിയകളൊക്കെ നശിപ്പിക്കുന്നതാണ് പറയുന്നത്. ഇത് ക്ലീൻ ചെയ്യാനാണ് നമുക്ക് കുറച്ച് പാടായിട്ട് തോന്നുന്നത്. പക്ഷേ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ, നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റോളം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് ഇതൊന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഞാനിത് കഴുകിയെടുത്തതാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടില്ല. അതിൻ്റെ ആദ്യത്തെ കളറും ഇപ്പോഴത്തെ കളറും തമ്മിൽ നല്ല വ്യത്യാസം വന്നില്ല. ഉള്ളും എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ അധികം ഉരക്കേണ്ടിയൊന്നും വന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഷൈനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇത് വാങ്ങാൻ പറ്റുന്നവർ ഇത് വാങ്ങി യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനും ബുദ്ധിമുട്ടായിട്ട് മാറ്റി വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഓട്ടുപാത്രങ്ങളുണ്ടെങ്കിൽ അതും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. Tips and tricks. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒരു കർച്ചീഫോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയോ എടുത്തിട്ട് അതിലോട്ട് ഇതുപോലെ കുറച്ച് നല്ല സ്മെല്ലുള്ള പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. ഒരു ഭാഗം ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ സെല്ലോ ടോപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയോ ചെയ്യാം. എന്നിട്ട് അത് നമ്മൾ അലമാരയിലൊക്കെ മടക്കി വെച്ചിട്ടുള്ള തുണികളുടെ ഇടയിൽ ഇതുപോലെ വെക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് നാൾ എടുക്കാതെ വെച്ചിരിക്കുകയാണെങ്കിലും അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ലൊക്കെ അല്ലേ, അത് മാറി ഈ ഒരു പൗഡറിൻ്റെ നല്ലൊരു സ്മെല്ലായിട്ട് കിട്ടും. Tips and tricks. അടുത്തതായിട്ട് നമ്മൾ പഴയ ഡ്രസ്സൊക്കെ കിച്ചണിൽ യൂസ് ചെയ്യുന്നവർ ക്ലീനിങ്ങിനും അതുപോലെ നമ്മൾ ചൂടുള്ള പാത്രങ്ങളൊക്കെ പിടിക്കാനൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത പാർട്സുകൾ, അതായത് അതിൻ്റെ കൈ, കഴുത്ത്, അങ്ങനെയുള്ളൊക്കെ ഭാഗങ്ങളൊക്കെ നമ്മൾ മാക്സിമം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് സ്ക്വയറായിട്ടുള്ള പീസസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളധികം ഇത് കരിയും ചളിയൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് ക്ലീനിങ്ങിന് ശേഷം വാഷ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇതിൻ്റെ കയ്യിൻ്റെ ഭാഗത്തും ചുളിവുള്ള ഭാഗങ്ങളിലൊക്കെ ചളി പിടിച്ചിരിക്കും. നമുക്ക് ഒരുപാട് ഉരച്ച് കഴുകേണ്ടി വരും. ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാകുമ്പോൾ നമുക്കത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ ഇതുപോലെ ഒരു ചളി പിടിച്ച അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് കിടക്കുന്നതിനേക്കാളും നല്ല വൃത്തിയിലൊരു പീസ് കിടക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയും ഉണ്ടാവും.
അതുപോലെ തന്നെ നമ്മൾ സ്റ്റൗവിൽ നിന്നൊക്കെ ചൂടുള്ളതൊക്കെ മാറ്റുമ്പോൾ നമ്മൾ ചിലപ്പം കയ്യിൻ്റെ ഭാഗമൊക്കെ സ്റ്റൗവിൻ്റെ തീയിലോട്ട് തൂങ്ങിക്കിടക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മൾ സ്ക്വയറായിട്ടുള്ളൊരു പീസൊക്കെ ആകുമ്പോൾ നമുക്കത് എളുപ്പത്തിൽ മടക്കിയെടുത്തിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഗ്ലാസ് ടോപ്പ് ഡൈനിങ് ടേബിൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലത്തെ സ്പോഞ്ച് വൈപ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തുണീനേക്കാളും നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. ടിപ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റ് ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതായത് ഒരു പിടി ഉഴുന്ന് നമുക്ക് വേണമെങ്കിൽ ഇടാം. അതുപോലെ തന്നെ കുറച്ചധികം തേങ്ങയും അതുപോലെ തേങ്ങാ വെള്ളം കിട്ടുവാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് അരച്ചെടുത്താലും മതി. എന്നിട്ട് അത് പൊങ്ങി വന്നതിന് ശേഷം കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ടിപ്സ് ആൻഡ് ട്രിക്സ്. അടുത്തതായിട്ട് നമുക്ക് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞതിന് ശേഷം ഒരു ജാറിൽ ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഇത് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഇഞ്ചിയും തൊലി കളഞ്ഞതിന് ശേഷം നല്ലോണം വൃത്തിയായി കഴുകിയിട്ട് അത് പക്ഷേ നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ വെള്ളം നന്നായിട്ട് കളയണം. ഒരു കോട്ടൻ്റെ തുണി കൊണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂ കൊണ്ടോ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം തുടച്ചെടുത്തതിന് ശേഷം ഒരു ഗ്ലാസിൻ്റെ ജാറിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ കേടുവരാതെ കിട്ടും. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഉണ്ടാക്കാൻ പ്രയാസമുള്ളൊരു സംഭവമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് കുറച്ചായിട്ടൊക്കെ കാര്യം ആവശ്യം ഉണ്ടാവുള്ളൂ. അത് നമുക്ക് മിക്സിയിലിട്ടിട്ടാണെങ്കിൽ അരഞ്ഞ് കിട്ടുമില്ല കുറച്ച് നമ്മൾ ഇത് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് തോനെ വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ട് പേസ്റ്റാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഇനിയിപ്പം വെളുത്തുള്ളി ഞാൻ ഈ ഒരു സ്റ്റൈലിലാണ് ഞാൻ വെളുത്തുള്ളി തൊലിക്കാറ്. കാരണം ഞാൻ ചെറിയ വെളുത്തുള്ളിയാണ് യൂസ് ചെയ്യുക. അതിനാണ് അധികം സ്മെല്ലും കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ അതിൻ്റെ നടുവിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഞെട്ടിയുടെ അവിടെ ഒന്ന് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തൊലി കളഞ്ഞ് കിട്ടും. ഇത് ഞാൻ ബിഗിനേഴ്സിനൊക്കെ ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാണ്. പിന്നെ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. ആവശ്യമുള്ളപ്പോൾ ഒരു ടീസ്പൂണോ അര ടീസ്പൂണോ ആണെങ്കിൽ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഇങ്ങനെ പേസ്റ്റാക്കി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരിക്കലും ചൈനീസ് ഇഞ്ചി പേസ്റ്റാക്കി വെക്കരുത്. കാരണം ചൈനീസ് ഇഞ്ചി നമ്മൾ പേസ്റ്റ് ആക്കുമ്പോൾ ഒരു ദിവസം വെക്കുമ്പോൾ തന്നെ അത് ഒരു ഗ്രീൻ കളറ് ആയിട്ട് മാറി വരും. അപ്പം മാക്സിമം നമ്മൾ ഇന്ത്യൻ ഇഞ്ചി തന്നെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ഗുണവും മണവും ഒക്കെ നമ്മുടെ നാടൻ ഇഞ്ചിക്കാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് പുതിനയില മിൻറ്റ് ലീവ്സ് ഉണക്കി പൊടിച്ചതാണ്. ഇത് ഞാനിപ്പോൾ അടുത്ത കാലത്താണ് കാരിഫോറിൽ പോയപ്പോൾ കണ്ടത്. അപ്പം ഇത് നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ പുതിനയില വാങ്ങിച്ചാൽ എല്ലാ കറികളിലൊന്നും യൂസ് ചെയ്യാത്ത കാരണം ചിലപ്പം നമുക്കത് ബാലൻസ് വന്ന കുറേ കാലം വെക്കുമ്പോഴത്തേനും അത് കേടായിപ്പോവും. മല്ലിയിലയാണെങ്കിൽ നമുക്ക് ഒരുപാട് കറികളിൽ യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുപോലെ ഉണക്കിപ്പൊടിച്ചത് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്താൽ മതി. ബിരിയാണിയിലും കറികളിലൊക്കെ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല, നല്ല സ്മെല്ലും ഉണ്ട് ഇതിന്. പറ്റുന്നവർക്ക് വാങ്ങിക്കാം. ടിപ്സ് ആൻഡ് ട്രിക്സ്. അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി ഫിഷൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചിലപ്പം അടുപ്പിച്ച് തന്നെ ഉണ്ടാക്കി കഴിക്കണം. കാരണം കൂടുതൽ ഇരിക്കുന്നിടത്തോളം നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റിൽ വ്യത്യാസം വരുന്ന കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാറാണ് പതിവ്. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് അതിൻ്റെ ഫുള്ള് മൂടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പം ബാക്ടീരിയകളൊന്നും വരില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മാസം കഴിഞ്ഞ് നമ്മളിത് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ നമ്മൾ വാങ്ങിച്ച ആ ഒരു ടേസ്റ്റിൽ തന്നെ കിട്ടും. ഇത് നമുക്ക് ഒരു ഫിഷിൻ്റെ അവിടുത്തെ ഒരു കടക്കാരൻ പറഞ്ഞു തന്നൊരു ഐഡിയയാണ്. ഞാനെപ്പോഴും ചെയ്യാറുണ്ട്, നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇനി ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ഫ്രൈയിങ് പാനിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ
അടി പിടിക്കുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് അടി പിടിക്കാതെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. Tips and tricks. അടുത്തതായിട്ട് നമ്മൾ ദോശക്കും ഇഡലിക്കൊക്കെ മാവ് തയ്യാറാക്കുമ്പോൾ നമ്മൾ അധിക പേരും ചോറ് ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിന് പകരം നമ്മൾ വെള്ള അവൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ മാവ് അരക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് അവൽ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. എന്നിട്ട് അതും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് മാവ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലുള്ള നല്ല അടിപൊളി ഇഡലി നമുക്ക് കിട്ടും. പിന്നെ കുറച്ചൊരു ഉലുവയും ചേർക്കുന്നത് നല്ലതാണ്. ഉലുവ അധികം ചേർക്കരുത്, അപ്പോൾ നമുക്കൊരു കയ്പ്പ് രുചി വരും. അതുപോലെ തന്നെ നമ്മൾ മാവ് അരച്ചെടുക്കുമ്പോൾ നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഓൾറെഡി കുതിർത്തെടുക്കാൻ വെച്ച വെള്ളവും നമുക്ക് യൂസ് ചെയ്യാം. അത് ഒരുപാട് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കരുത്, കുറച്ച് വെള്ളത്തിൽ വെക്കുക. എന്നിട്ട് ബാലൻസ് ഉള്ള നമ്മൾ ഒഴിക്കുന്ന വെള്ളം നല്ല ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്ത വെള്ളം ഒഴിക്കുക. മാവ് നന്നായിട്ട് പൊങ്ങുകയും ചെയ്യും, അതുപോലെ മിക്സി ചൂടാവുകയുമില്ല. അതുപോലെ തന്നെ നമ്മൾ മാവ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. സ്പൂൺ കൊണ്ടൊക്കെ മിക്സ് ചെയ്തതിനേക്കാളും നല്ലത് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അതുപോലെ നമ്മൾ കൂടുതൽ മാവൊക്കെ എടുത്തു വെക്കുന്ന ആളുകൾ ഇതുപോലെ നീളത്തിലുള്ള സ്റ്റീലിൻ്റെ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ നമ്മൾ തണുപ്പ് സീസണിലൊക്കെ മാവ് പൊളിച്ച് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ഓവനിൽ എടുത്ത് വെക്കാം. ഇനി കൂടുതൽ മാവൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമ്മൾ കിച്ചൺ കബോർഡിൽ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധമൊക്കെ നമുക്ക് പൊങ്ങി കിട്ടും. Tips and tricks. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ ബോക്സിൽ തേങ്ങ വാങ്ങിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഫ്രീസറിൽ വെക്കുമ്പോഴാണ് ഒരുപാട് നാൾ കേടുവരാതെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ ഇത് നല്ല ഹാർഡായിട്ടിരിക്കും. നമുക്ക് പിന്നീട് അതൊന്ന് കുറച്ച് എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്ത് വെക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പം അതിന് പകരം നമ്മളത് കൊണ്ടുവന്ന ഉടനെ തന്നെ നമ്മളൊരു സിപ്പ് ലോക്ക് കവറിൽ ഇട്ട് വെക്കുക. അപ്പോൾ അതുകൊണ്ട് രണ്ട് ഗുണമുണ്ട്. ഒന്നാമത്തത് നമ്മൾക്ക് നല്ല സ്പേസ് സേവറാണ്, നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടും. കാരണം ഈ ഒരു കവറിൽ നമുക്ക് ഒരു 3 ബോക്സ് തേങ്ങയെങ്കിലും ഇട്ട് വെക്കാൻ പറ്റും. അത് നമ്മൾ പരത്തി വെക്കണം, അപ്പോൾ നമുക്കത് കട്ടയാവാതെ കിട്ടും. അത് നല്ല പൊടിയായിട്ട് തന്നെ നമുക്ക് പിന്നീട് എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മളത് എപ്പോഴും പരത്തി വെക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ സിപ്പ് ലോക്ക് കവർ തന്നെ വേണമെന്നില്ല, നമ്മൾ ഇതുപോലെയുള്ള കവറിൽ ചിലപ്പം ഗ്രോസറിയിൽ നിന്നൊക്കെ ഇങ്ങനെയാവും കിട്ടുക. അപ്പോൾ നമ്മളതിങ്ങനെ കൂട്ടി വെക്കരുത്, നന്നായിട്ട് പരത്തിയിട്ട് വെക്കുക. അപ്പോഴാണ് നമ്മളത് കട്ട പിടിക്കാതെ കിട്ടുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്പേസും ലഭിക്കും ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ഈ ഉണങ്ങിയ തേങ്ങ നമ്മൾ പായസത്തിലും ഒക്കെ വറുത്തിടാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് ഇതുപോലെ തന്നെ നമുക്കൊരു ബോക്സിലോ ചെറിയ പീസാക്കിയിട്ട് എടുത്ത് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ ഇതുപോലെ കേടുവരാതെ തന്നെ കിട്ടും. നമുക്കത് എപ്പോഴൊന്നും ആവശ്യമുള്ള സാധനമില്ലല്ലോ, നമുക്ക് ഇവിടെയൊക്കെ ആകുമ്പോൾ അധികം എപ്പോഴും കിട്ടുന്ന സാധനമില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാകുമ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇടണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു.